കൽപ്പാത്തി രഥോത്സവം ഇന്ന് സമാപിക്കും. 6 മണിയോടെ ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കും. രഥോത്സവം കാണാനായി ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി കൽപ്പാത്തിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാജിദ്, അവിടെ ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് അന്തരീക്ഷം? ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തേരുകൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 6 തേരുകളാണ്, അത് 5 തേരുകളാണ് എത്തുക. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന്റെ തേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 5 തേരുകളാണ് തേരുമുട്ടിയിൽ സംഗമിക്കുക. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ 3 തേരുകൾ, ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിന്റെ 1 തേര്, ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന്റെ തേര്, ലക്ഷ്മി പെരുമാൾ ക്ഷേത്രത്തിന്റെ തേരാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളും ഈ മുതിർന്ന പുരുഷന്മാരും എല്ലാം, കുട്ടികളും എല്ലാം ചേർന്നാണ് ഈ തേര് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കുട്ടികളെല്ലാം തന്നെ തേരിന് അകത്ത് നിൽക്കുന്നു. അലങ്കരിച്ച തേരുകളത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു രഥോത്സവം കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടുകളായി ഈ പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളാണോ? ഞാൻ മലപ്പുറം. ഇത് വലിക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യമാണോ? എക്സ്പീരിയൻസ് അടിപൊളിയാണ്. വലിച്ചിടാണ് മലപ്പുറത്തിന്റെ കരുത്ത്. കുറ്റിപ്പുറം വെള്ളാഞ്ചേരി പറയും. മണ്ണാർക്കാട് അതാണ്. അത് ഈ കൽപ്പാത്തിയിൽ ഉള്ള ആളുകൾ മാത്രമല്ല, ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ധാരാളം ആളുകൾ ഈ രഥോത്സവത്തിന്റെ ഭാഗമായി എത്തുന്നു. അവർ ഈ രഥങ്ങൾ വലിക്കുന്നു. നമുക്കറിയാം, ഈ രഥങ്ങൾ എന്നത് വലിയ ഈ ശക്തിയുള്ള ഭാരമുള്ളതാണ്. അത് ആളുകൾ ഒന്നിച്ച് ഈ വലിക്കുകയാണ്. ഇതിപ്പോ ഈ പ്രദക്ഷിണം ഇനി എങ്ങോട്ടാണിത്? ഇത് ഇനി മന്തക്കര ക്ഷേത്രം പോയി മറ്റുള്ള 4 ഗ്രാമങ്ങളും കറങ്ങിയ ശേഷം പഴയ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ്. പഴയ കൽപ്പാത്തി കൃഷ്ണന്റെ അമ്പലത്തിലെ രഥോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ബാക്കി രഥങ്ങൾക്കൊപ്പം തേർമുട്ടിയിലെത്തി സംഗമത്തിന് ശേഷമാണ് മറ്റുള്ള ഗ്രാമപ്രദർശനത്തിന് ശേഷം പഴയ കൽപ്പാത്തിയിലേക്ക് എത്തുക. ഇതാണ് ഈ തേര് ഈ രീതിയിൽ അഗ്രഹാര വീതികളിലൂടെ സഞ്ചരിച്ച് വീണ്ടും ആദ്യം വന്ന സ്ഥലത്തുകൂടെ ഈ കറങ്ങി തേരുമുട്ടിയിൽ എത്തും. അപ്പോഴേക്കും ഇനിയും ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ സമയം കഴിയും. ഈ രീതിയിൽ 5 രഥങ്ങളാണ് ഈ രഥസംഗമത്തിൽ ഈ തേരുമുട്ടിയിൽ എത്തുക. ഇത് കാണാൻ, ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ, ഈ തേരുകൾ വലിക്കാനെല്ലാമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. ഇത്തവണയും അത് എത്തിയിട്ടുണ്ട്. ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ തഞ്ചാവൂർ തമിഴ് ഈ ബ്രാഹ്മണരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ തഞ്ചാവൂരിൽ ഏതാണ്ട് ഒരു 7 നൂറ്റാണ്ടിന് മുൻപ് നടന്നിരുന്ന ഈ രഥോത്സവം, ആ രഥോത്സവം കാണാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അന്ന് രാജാവിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ രഥോത്സവത്തിന്റെ തുടക്കം എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. ഈ വിവിധ തേരുകളിൽ, വിവിധ രഥങ്ങളിൽ വിവിധ ദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ്. എല്ലാം ഈ അഗ്രഹാര വീഥികളിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 10 ദിവസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിന്റെ തേരുകളും ഈ അഗ്രഹാര വീതിയിലൂടെ സഞ്ചരിച്ച് അവസാനം ആ തേരുമുട്ടിയിൽ സംഗമിക്കുക. ആ കാഴ്ച കാണാനാണ്, അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. ആ കാഴ്ച കാണാനാണ് ഈ ആയിരങ്ങൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ തേരുമുട്ടിയിലെ സംഗമം അത് എത്ര മണിയോടുകൂടി ഉണ്ടാകും സാധ്യത? അത് ഇനിയും ഏതാണ്ട് 1 മണിക്കൂർ 6:30 കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഈ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്താണ് ഉണ്ടാകാറുള്ളത്. ഇത്തവണ സൂര്യൻ നമുക്കറിയാം നേരത്തെ അസ്തമിക്കും. 6 മണി 6:15 കൂടി അസ്തമിക്കും. ഏതാണ്ട് ഇനിയും 1 മണിക്കൂറിന് ഉള്ളിൽ തന്നെ ഈ തേര് മുട്ടിയിൽ ഈ എല്ലാ രഥങ്ങളും സംഗമിക്കുക എന്നുള്ളതാണ് ഉണ്ടാകുക. അതിൻ്റെ ഈ ഐതിഹ്യം പറയുന്നത്, അങ്ങനെ തേരുമുട്ടിയിൽ
സംഗമിക്കാൻ വേണ്ടിയല്ല രഥങ്ങൾ വരുന്നത്. ഈ 3 ദിവസത്തെ ഈ പ്രദക്ഷിണം, അഗ്രഹാര വീതികളിലൂടെയുള്ള പ്രദക്ഷിണത്തിന്റെ ഭാഗമായി അവിടെ അങ്ങനെ അവിചാരിതമായി വരുന്നു. അങ്ങനെ ഒരു രഥസംഗമം എന്നുള്ളത് അങ്ങനെ ഒരു ചടങ്ങല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ രഥസംഗമം, എല്ലാ രഥങ്ങളും അലങ്കരിച്ച മനോഹരമാക്കിയ എല്ലാ രഥങ്ങളും ഒരുമിച്ച് വരിക എന്നുള്ളത് ഒരു വർണ്ണ വിസ്മയം തന്നെയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ നിറങ്ങളിലുള്ള, വിവിധ വലുപ്പത്തിലുള്ള രഥങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്, അതും ഈ അഗ്രഹാരം നമുക്കറിയാം വലിയ വീതിയില്ലാത്ത ചെറിയ റോഡുകളാണ്. അവിടെ എല്ലാം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ മനോഹരമാണ്. നിങ്ങൾ എവിടുന്ന് വരുന്ന? വടകര. ആദ്യമായിട്ട് വരികയാണോ? അടിപൊളി, നിങ്ങളുടെ ഭാഗത്തൊക്കെ തെയ്യമായിരിക്കുമല്ലേ? ഇവിടെ എങ്ങനെയുണ്ട് ഇത് രഥം? അടിപൊളി, ഗംഭീരം. വലിച്ചു നോക്കിയോ? വലിച്ചു നോക്കില്ല. ഇല്ല ഇല്ല, കാണുമ്പോ അത്ര എളുപ്പം വലിച്ചാ വരില്ല. എൻജോയ്. ഇപ്പൊ എല്ലാ വർഷം വരുമോ? എല്ലാ വർഷം വരും. അടുത്ത വർഷം വരും. ആണ് അമൃത വടകരക്കാരാണ്. അവർ ആദ്യമായാണ് ഇങ്ങോട്ട് വരുന്നത്. അവർ ഈ ഉത്സവം കാണാൻ വരുന്നു. നിങ്ങൾ എവിടുന്ന് വരുന്ന? എവിടെയാ? കല്ലേക്കാടാണ്. ഇതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. ഈ രഥം നമുക്ക് കാണാം.